അധ്യായം 64. അത്തഗാബുൻ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 18. ലാഭനഷ്ടങ്ങൾക്കാണ് തഗാബുൻ എന്ന പദം ഉപയോഗിക്കാറ്. പരലോകത്തെ വിചാരണാ നാളിന് ഉപയോഗിച്ച പദങ്ങളിൽ ഏറ്റവും അർത്ഥപൂർണമായ പ്രയോഗമാണിത്. യഥാർത്ഥ വിജയവും പരാജയവും മരണശേഷമുള്ള ശാശ്വത ജീവിതത്തിലാണ്. അത് തീരുമാനിക്കപ്പെടുന്ന നാളിനാണ് ജയപരാജയങ്ങളുടെ ദിനമെന്ന അർത്ഥത്തിൽ യൗമുത്തഗാബുൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ഇത് 9-ാം സൂക്തത്തിലാണുള്ളത്. പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ആദ്യകാലത്താണ് ഇത് അവതീർണമായത്. സത്യവിശ്വാസത്തിലേക്കും ദൈവാനുസരണത്തിലേക്കും ക്ഷണിക്കുന്നതാണ് ഉള്ളടക്കം. ഉത്തമ ഗുണങ്ങൾ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവിനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണ് ആധിപത്യം, അവനാണ് സർവസ്തുതിയും, അവൻ എല്ലാറ്റിനും കഴിവുറ്റവൻ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. നിങ്ങളിൽ സത്യനിഷേധികളുണ്ട്, സത്യവിശ്വാസികളുമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അല്ലാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യനിഷ്ഠയോടെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് അവൻ രൂപമേകി. നിങ്ങളുടെ രൂപം അവൻ ആകർഷകമാക്കുകയും ചെയ്തു. നിങ്ങളുടെ തിരിച്ചുപോക്ക് അവങ്കലേക്കാണ്. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ അറിയുന്നു. നിങ്ങൾ ഒളിച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമെല്ലാം അവൻ അറിയുന്നു. മനസ്സിലുള്ളതുപോലും അറിയുന്നവനാണ് അല്ലാഹു. മുമ്പ് സത്യനിഷേധികളാവുകയും അങ്ങനെ തങ്ങളുടെ ദുർവൃത്തികളുടെ കെടുതി അനുഭവിക്കുകയും ചെയ്തവരുടെ വിവരം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? ഇനി അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ അവർക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞു, കേവലം ഒരു മനുഷ്യൻ ഞങ്ങളെ വഴികാട്ടുകയോ? അങ്ങനെ അവർ അവിശ്വസിച്ചു, പിന്തിരിയുകയും ചെയ്തു. അല്ലാഹുവിന് അവരുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലാഹു ആശ്രയം ആവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. സത്യനിഷേധികൾ വാദിച്ചു, തങ്ങൾ ഒരിക്കലും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന്. പറയുക, എന്റെ നാഥൻ സാക്ഷി, നിങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ വിവരമറിയിക്കും. തീർച്ച അത് അല്ലാഹുവിന് നന്നേ എളുപ്പമാണ്. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും നാം ഇറക്കിത്തന്ന വെളിച്ചത്തിലും വിശ്വസിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ആ മഹാസംഗമ ദിവസം അല്ലാഹു നിങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓർക്കുക, അതത്രേ ലാഭഛേദങ്ങളുടെ ദിവസം. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ് അതിമഹത്തായ വിജയം. സത്യത്തെ തള്ളിപ്പറയുകയും നമ്മുടെ സൂക്തങ്ങളെ കളവാക്കുകയും ചെയ്തവരോ, അവരാണ് നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. എത്ര ചീത്ത സങ്കേതം! അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ആർക്കും ഒരാപത്തും സംഭവിക്കുന്നില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാരോ അവന്റെ മനസ്സിനെ അവൻ നേർവഴിയിലാക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെയും അനുസരിക്കുക. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ സത്യസന്ദേശം എത്തിച്ചു തരിക എന്നതല്ലാതെ നമ്മുടെ ദൂതന് മറ്റു ബാധ്യതകളൊന്നുമില്ല. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കട്ടെ. വിശ്വസിച്ചവരെ, നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതിനാൽ അവരെ സൂക്ഷിക്കുക. എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അറിയുക, അല്ലാഹു
ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. അല്ലാഹുവിങ്കലത്രേ അതിമഹത്തായ പ്രതിഫലം. അതിനാൽ ആവുന്നത്ര നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ധനം ചെലവ് ചെയ്യുക, അത് നിങ്ങൾക്കു തന്നെ ഗുണകരമായിരിക്കും. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് വിടുതി നേടുന്നവരാരോ അവരാകുന്നു വിജയികൾ. നിങ്ങൾ അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കത് ഇരട്ടിയായി മടക്കിത്തരും. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. അല്ലാഹു ഏറെ നന്ദി കാണിക്കുന്നവനും ക്ഷമാലുവുമാകുന്നു. തെളിഞ്ഞതും ഒളിഞ്ഞതും അറിയുന്നവനാണവൻ, പ്രതാപിയും യുക്തിജ്ഞനും.